ഹൃദയം നുറുകുന്ന വേദനയോടെയാണ് ആ വാർത്ത മലപ്പുറം തിരുവാലിയെ തേടിയെത്തിയത്. പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ സമ്മാനിച്ച് നാടും നഗരവും കൈകോർത്ത് നടത്തിയ പ്രാർത്ഥനകൾക്കും സഹായങ്ങൾക്കും വിരാമമിട്ട് ഒടുവിൽ അവൾ യാത്രയായി. മേലെടുത്ത വീട്ടിലെ കൃഷ്ണ വിപിൻ എന്ന ചിരിക്കുന്ന മുഖം ഇനി ഓർമ്മകളിൽ മാത്രം. കരളിൽ പിടിപെട്ട രോഗം ആ പിഞ്ചു ജീവിതത്തെ കാർന്നു തിന്നുകയായിരുന്നു. 1 മാസത്തിലേറെയായി മഞ്ഞപ്പിത്തം അവളെ തളർത്തി. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ അടിയന്തരമായി കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ഒരു വേള എല്ലാവരും പ്രകാശിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. രക്തത്തിൽ അമോണിയയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ച് മസ്തിഷ്കത്തെ ബാധിച്ചു. പിന്നാലെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. ആ വാർത്ത കേരളക്കരയെ കണ്ണീരിൽ ആഴ്ത്തി. കൃഷ്ണയ്ക്ക് വേണ്ടി നാടൊന്നാകെ പ്രാർത്ഥിച്ചു, ഒരുമിച്ച് നിന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ പോലും തങ്ങളുടെ ചെറിയ സമ്പാദ്യം നൽകി ഈ ജീവൻ രക്ഷിക്കാൻ മുന്നോട്ട് വന്നു. സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും കൈകോർത്തപ്പോൾ അതൊരു വലിയ ജനകീയ മുന്നേറ്റമായി മാറി. പക്ഷേ പ്രാർത്ഥനകൾക്കും പരിശ്രമങ്ങൾക്കും ആ കുഞ്ഞു ജീവനെ രക്ഷിക്കാനായില്ല. ഇന്നലെ ആ ചിരിക്കുന്ന മുഖം നിശ്ചലമായി. കൃഷ്ണയുടെ ചേതനയേറ്റ ശരീരം പൊതുദർശനത്തിനായി ഗവൺമെന്റ് സ്കൂളിൽ എത്തിച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും കണ്ണീർ വാർത്തു. MLA AP അനിൽകുമാർ അടക്കമുള്ള ഉന്നതർ പോലും ഈ ദുരന്തത്തിൽ പങ്കുചേരാനും കൃഷ്ണയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനും എത്തിച്ചേർന്നു. കൂട്ടുകാരുടെ തോളിൽ തലചായ്ച്ച് നിറഞ്ഞ മനസ്സോടെ ഓടിക്കളിച്ചിരുന്ന ആ രൂപം ഓർമ്മകളിൽ മാത്രം. 11 മണിയോടെ അമ്മമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ മൃതദേഹം അന്തിമോപചാരങ്ങൾ ഏറ്റുവാങ്ങി യാത്രയായി. കണ്ണീരിൽ കുതിർന്ന വിടവാങ്ങലിൽ ആ കുഞ്ഞുമുഖം മായാതെ നിൽക്കും. ഒപ്പം നാടിന്റെ സ്നേഹവും പ്രാർത്ഥനയും അവൾക്കായി അവസാന ശ്വാസം വരെ കൂട്ടുണ്ടായിരുന്നു എന്ന ഓർമ്മയും. അസുഖം സ്കൂൾ തുറന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് പനിയാണ്, ലീവാണ് പറഞ്ഞിട്ട്. പിന്നെ ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ട് മഞ്ഞപ്പിത്താണെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ SPC എക്സാം എഴുതാൻ അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. അന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് തന്നതായിരുന്നു. അതുകൊണ്ട് SPC എക്സാം എഴുതാൻ വന്നു. പിന്നെ പനി കൂടിയെന്ന് പറഞ്ഞിട്ട്, പനിയല്ല മഞ്ഞപ്പിത്തം കൂടിയെന്ന് പറഞ്ഞിട്ട് ഒരു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോവാണെന്ന് പറഞ്ഞു. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ചെയ്തു. ഈ ചാനൽ തിരുവാലി. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചിട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. അമ്മയ്ക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട്. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.